എല്ലാരും ആവശ്യം പോലെ കഴിക്കണം. ആരും മോസ്തുതി പറയണ്ട. കറി കൊള്ളൂലെന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി തന്നെ അത് പറയും വേണം. അതിന് സംശയമൊന്നും വേണ്ട, ആദ്യം കഴിച്ചു നോക്കട്ടെ. കഴി. ഓക്കെ അപ്പൂപ്പാ. ഏയ് ചിറ്റപ്പം കഴിക്കല്ലേ? കഴിക്കാം, നിങ്ങൾ കഴിക്കും മക്കളെ. പിന്നെ നിങ്ങളെ അച്ഛൻ വയ്ക്കും പോലെ ഒന്നും ആവൂല കേട്ടാ. ശ്രീകുട്ടാ എങ്ങനെയുണ്ട്? അത്ര അടിപൊളിയൊന്നുമല്ല, എങ്കിൽ കൊള്ളാം. വെറുതെ പറഞ്ഞ കേട്ടോ, സൂപ്പർ. ചിറ്റപ്പാ ഓ നല്ല എരിവുണ്ട്, പക്ഷെ ഉണ്ടല്ലോ ആ എരിവിലാണ് ഇതിന്റെ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത്. കൊള്ളാം. അതാണ് ചുറ്റപ്പോ പൊളിച്ചേട്ടാ. എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെച്ച് തിന്നുന്നതിന് ടേസ്റ്റ് അത് വേറെ തന്നെ. ശരിക്കും പറഞ്ഞ അടുക്കള കൊണ്ടുവന്നപ്പോ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേ അളിയന്റെ അടുത്ത് പറഞ്ഞാൽ പിടിക്കൂല, പിന്നെ എവിടെയെങ്കിലും പോയി ഞണ്ടൊപ്പിച്ചോണ്ട് ഒന്ന് നമ്മളെ ഞെട്ടിച്ചാലേ അളിയന് ഉറക്കം വരും. ചുറ്റപ്പോ ഓ അപ്പൂപ്പോ മാമോയ്, ആ ഞാനേ അടുത്ത മാസത്തെ സ്പെഷ്യലിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ മാസത്തെ സ്പെഷ്യൽ തിന്ന് തീർക്കാൻ നോക്ക്, പിന്നെ നോക്കാം അടുത്ത മാസം. പറഞ്ഞു കേട്ടാ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ചിറയൻകീഴ് പോവാം, എന്നിട്ട് കുറച്ച് കരിമീൻ വാങ്ങാം, എന്നിട്ട് കുറച്ച് പൊള്ളിക്കാം, കുറച്ച് പൊരിക്കാം. അവിടെ ഒരു ചെറിയമ്മയുണ്ട്, അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചെറിയ ഇപ്പോഴും ഉണ്ടാ. പിന്നെ അല്ലാതെ പിന്നെ കൊറേ ഈ ചിറങ്കി ഷാർക്കഴ അപ്പുറത്തിന്റെ വടക്ക് വശം അപ്പുറത്തെ വെള എന്നൊക്കെ കേൾക്കണം. ഇവിടെ എല്ലാവരെയും കൂടി എനിക്ക് കുഴിപ്പളത്ത് പോകാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് ശർക്കര. ശ്രീകുട്ടാ, ഓ അടുത്ത പ്രാവശ്യം നേറ്റിങ്ങിന് വരുമ്പോഴും ഇപ്പൊ വന്ന പോലെ എടുപിടി എടുപിടി എന്ന് പറഞ്ഞോട് വരരുത്. ഒരു 5-6 ദിവസമൊക്കെ അവിടെ നിന്നിട്ട് വരാം. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നെയ്യാറ്റിൻകര പറഞ്ഞത്. സ്ഥലം പരിസരമൊക്കെ ഒരുപാട് മാറിപ്പോയി ലളിയ. ഓ എന്ത് രസമാണെന്നറിയാം അവിടുത്തെ വീടും പരിസരമൊക്കെ കാണാൻ വേണ്ടിട്ട്. പണ്ട് ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ലളിയ. പിന്നെ പണ്ട് ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ വിറ്റളിയാ. ഒന്നാമത് ജോലിക്കാരെ കിട്ടാനില്ല. ഈ പാട്ടത്തിനെടുത്തില്ലേ, അവർക്ക് തന്നെ കൊടുത്തു. നമുക്കിപ്പോ ജോലിക്കാരെ കിട്ടാനാണ് ഏറ്റവും വലിയ പാട്. അങ്ങനെ ഞങ്ങളുടെ തലവട്ടം കണ്ടതോടെ എല്ലാം പോയി. ഇത് പറയേ അനുഭവിക്കാൻ യോഗമില്ല. ബാസി എണ്ണായി. അയ്യോ ബാസി എണ്ണ എന്നാ വാളിൽ ഇരുന്ന് കഴിക്കണോണ്ണ. നല്ല ഞണ്ട് കയറി, അത് സുരേന്ദ്ര അളിയും വച്ചുണ്ടാക്കിയ മുളയിട്ട് വറ്റിച്ച കറി. എന്നിട്ട് മാറാ ഇരിക്കട്ടെ. നിങ്ങളെ രാവിലെ പച്ചക്കറിയല്ലേ വാങ്ങിച്ചോണ്ടുവന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെ തോരനും അവിയലും സാമ്പാറൊക്കെ കാണുള്ളന്ന്. മക്കളിരി. അത് കുഴപ്പമില്ല, മാമി ഇല്ല മോളിരി. എന്റെ മോളിരി. ഇരുത്തണ്ട എന്നെ. ഇരുന്ന് കഴിയണ്ണ. നീ എന്നെ കൂടുതൽ ഇരുത്തൊന്നും വേണ്ട. ഗൗരി. ഓ ഇപ്പൊ വരാം. ആ പെണങ്ങല്ലേ എന്താന്നതേ ഞണ്ടിന്റെ കാല്. ഏണ്ടാണ് എനിക്ക് ഇവിടുന്ന് ഒന്നും വേണ്ട. ഒരു തരുമ്പ് ഞാൻ കഴിക്കുന്നത്. ഇവിടുന്ന് ഞാൻ കഴിക്കില്ല. അങ്ങനെ പറയല്ല. ഇവിടുന്ന് ഞാൻ കഴിക്കില്ല ഇപ്പൊ. കൈബാസിങ്ങളെ ഇല്ല കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ബാസി പറഞ്ഞാൽ പറഞ്ഞു തന്നെയാണ്. ഞാൻ കഴിക്കണ്ട കൂടും. മാറാ എന്താണ് നിറയെ ചാറും കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക്സ് മക്കളെ. എടാ ഇങ്ങോട്ടേക്കാണ്, വെളിയിൽ നിന്ന് വന്ന കൊച്ചാണ്. അതിന് എന്നെ തിരിച്ചറിയാം. നീയൊക്കെ എന്നെ എപ്പോഴും അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. എടാ നന്ദി വേണോടാ, നന്ദി. നിനക്കൊക്കെ വേണ്ടി രക്തം ചീന്തിയാടാ ഞാൻ, അറിയാമോ? അതെ പിന്നെ അണ്ണാ ഈ നീ ഒന്നും പറയണ്ട, നല്ല വിശക്കുണ്ട്, ഞാൻ പോണു. എന്നെ വിളിച്ചിരുന്നു. ഫോൺ വിളിച്ചിരുന്ന? ഓ ഫോൺ വിളിച്ചിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തോന്ന് സ്പെഷ്യൽ ഉണ്ടാക്കണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാം, കാരണം അവിടെ കഴിക്കാൻ കറിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. എനിക്ക് പാവം തോന്നി.